ലോകത്തെവിടെ എത്തിയാലും നവോത്ഥാനത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരുവിനെ പരാമർശിക്കും. അദ്ദേഹത്തിൻ്റെ വാക്യങ്ങളെല്ലാം സൂചിപ്പിച്ചായിരിക്കും നരേന്ദ്രമോദിയുടെ പ്രസംഗം. ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദി ശ്രീനാരായണ ഗുരുവിനെ ഓർക്കുകയാണ്. അല്ല, നരേന്ദ്രമോദി ഈ കേരളത്തെ പറ്റി ഒരുപാടിടങ്ങളിൽ പല കാര്യങ്ങളിലും പരാമർശിച്ചിട്ടുണ്ട്. ഒരിക്കൽ എനിക്ക് ഓർമ്മ വരുന്നത് മൻ കി ബാത്തിൽ പിന്നെ ശബരിമലയെ പരാമർശിച്ചു. പിന്നെ കാനന ക്ഷേത്രങ്ങളുണ്ട്. ഇത് കേരളത്തിലുള്ള ഒരു കാനന ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ കേരളത്തെ എല്ലാം അർഹിക്കുന്ന രീതിയിൽ തന്നെ അതിന് വേണ്ട പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ശിവഗിരിയുടെ മഹത്വം എന്ന് പറയുന്നത് അത് ലോകം മുഴുവൻ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, പിന്നെ ഇവിടെ വത്തിക്കാനിൽ വെച്ച് ഹിന്ദു മഹാസമ്മേളനം അല്ലേ നടന്നപ്പോൾ അവിടെ ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ദൈവദശകം എന്ന കീർത്തനം അവിടെ ആലപിച്ചു. ഇറ്റാലിയൻ ഭാഷയിൽ ആലപിച്ചു എന്നുള്ളതാണ്. അത് ഈ പിന്നെ ഇപ്പോൾ കാലം ചെയ്ത മാർപ്പാപ്പ അതിന് ആ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു എന്നുള്ളതാണ്. അതൊക്കെ ഇവിടുന്നൊരു ശിവഗിരിയിൽ നിന്നൊരു ഒരു സംഘം സന്യാസിമാരും ഒക്കെയാണല്ലോ അങ്ങോട്ടേക്ക് പോയിരുന്നത്. അത് വലിയ സംഭവം തന്നെയാണ്. അത് പിന്നെ എനിക്ക് തോന്നുന്നു അതിൻ്റെ എല്ലാ മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ കൊടുത്തില്ല. അതിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നതാണ്. ഇനിയിപ്പോൾ 1925 മാർച്ച് 12 ഗാന്ധിജി ശിവഗിരി ആശ്രമത്തിൽ എത്തിയത്. അപ്പം ഗാന്ധിജി ശിവഗിരിയിലെത്തി ഗുരുദേവനുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ 100ാം വാർഷികാഘോഷമാണ്. അതിൻ്റെ ഈ മാസം അവസാന വാരം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്നുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ ഇതിനകത്ത് നമ്മൾ പല കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ ഗാന്ധിജി ഗുരുദേവൻ കൂടിക്കാഴ്ച ആഘോഷിക്കാൻ 1 വർഷം നീളുന്ന പരിപാടിയും സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം നരേന്ദ്രമോദി ഇതിനെപ്പറ്റി പറയുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആകും മുൻപും ഇവിടെ വന്നിട്ടുണ്ട്. ശിവഗിരിയിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നു. ആ സമയത്തും സന്ദർശനം നടത്തിയിട്ടുണ്ട്. പിന്നീട് 2014 കൂടി തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നില്ല. ആ കാലഘട്ടത്തിലും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ഈ മഠവുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കാനെല്ലാം ഈ നരേന്ദ്രമോദി ശ്രമം നടത്തിയിട്ടുണ്ടല്ലോ. കേരളത്തിലുള്ളവർ എത്രത്തോളം ശ്രീനാരായണ ഗുരുവിന് പരിഗണന നൽകുന്നു എന്നതും ഒരു സംശയമാണ്. ഈ ശ്രീനാരായണ ഗുരുവിനെ പലയിടങ്ങളിലും അങ്ങ് ചിലരൊക്കെ മോശമായിട്ട് ചിത്രീകരിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുദേവനെ പറ്റി പഠിക്കാനായിട്ട് പ്രത്യേക ഒരു പിന്നെ യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെ വേണം. ഒരു വലിയ ഗവേഷണ കേന്ദ്രം തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ ഇങ്ങനെയുള്ള ചടങ്ങിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പും ഇവിടെ വന്നിട്ടുണ്ടെന്നല്ലേ വലിയ വിമർശനമാണ്. അന്ന് വന്ന ഒരു വാർത്ത തന്നെ ഇങ്ങനെയായിരുന്നു. ഈ മുതിർന്ന BJP നേതാവും BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുമായ നരേന്ദ്രമോദി, അന്ന് ഗുജറാത്തിലെ വെറും മുഖ്യമന്ത്രി മാത്രമായിരുന്നു. അന്ന് അദ്ദേഹം ശിവഗിരിയിലേക്ക് വന്നപ്പോൾ പിണറായി വിജയൻ, അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ ഉൾപ്പെടെ വിമർശിക്കുകയാണ്. അത് ഈ അവിടുത്തെ സന്യാസിമാരെയാണ്, എന്തിനാണ് നിങ്ങൾ നരേന്ദ്രമോദിയെ വിളിച്ചത്? നരേന്ദ്രമോദി മതത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളാണ്. ശ്രീനാരായണ ഗുരു മതത്തിന് വേണ്ടിയല്ല സംസാരിക്കുന്നത്. അങ്ങനെ കാട്ടി വിമർശിക്കുകയാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ ശ്രീനാരായണ ഗുരുവിനെ എങ്ങനെയാണ് പരിഗണിക്കുന്നതെന്ന് നാം ചിന്തിക്കണം. പിണറായി വിജയൻ കാണിച്ചിട്ടുള്ള ഗുരുനിന്ദ ഓർമ്മയുണ്ടോ? ഒരിക്കൽ കണ്ണൂർ ഭാഗത്തെങ്ങാണ്ടല്ലായിരുന്നു ഒരു ഗുരുദേവ സ്മരണ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. മുഖ്യാതിഥി മുഖ്യമന്ത്രി കടന്നപ്പള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ ഗുരുദേവ കീർത്തനം ആദ്യം ആലപിക്കുന്നു. എല്ലാവരും സദസ്സും വേദിയിലുള്ളവരും എഴുന്നേറ്റു. പിണറായി എഴുന്നേറ്റില്ല, അവിടെ ഇരുന്നു. കടന്നപ്പള്ളി എഴുന്നേക്കാൻ തുടങ്ങിയപ്പോൾ പിടിച്ചവിടെ ഇരുത്തി. അത് സമൂഹ മാധ്യമങ്ങളൊക്കെ വ്യാപകമായിട്ട് വന്നതാണ്. എന്നിട്ട് ഈ കീർത്തനം മുഴുവൻ ആലപിക്കുന്നവരെയും അവിടെ പിണറായി അവിടെ പിന്നെ ഇരുന്നു എന്നുള്ളതാണ്. കടന്നപ്പള്ളി ഇങ്ങനെ മുൾമുനയിലായിരുന്നു. ശരിക്കും എഴുന്നേക്കാനും വയ്യ, ഇരിക്കാനും വയ്യാത്ത ഒരു അവസ്ഥയിലായിപ്പോയി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ CPM-ന്റെ ഈ ആദ്യത്തെ നേതാക്കളുടെ മുൻനിര നേതാക്കൾ, പഴയകാലത്ത് മുൻനിര നേതാക്കൾ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഈ ശ്രീനാരായണ ഗുരുവിനെതിരായിരുന്നു. ഇപ്പോൾ കുറച്ച് വോട്ട് പിടിക്കാനുള്ള
വിദ്യകളുമായി ഇറങ്ങി. പിന്നെ എന്താ ചെയ്തിരിക്കുന്നത്? വെള്ളാപ്പള്ളി നടേശനെ ഇറക്കിക്കൊണ്ടല്ലേ ഇപ്പം കളി മുഴുവൻ നടത്തുന്നത്. എന്തിനു വേണ്ടി? ഈ പോയ ഈഴവ വോട്ടുകൾ മുഴുവൻ പിടിക്കണം. ഈഴവ വോട്ടുകൾ എങ്ങോട്ടേക്ക് പോയി? BJPയിലേക്ക് പോയി. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. അത് തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി. വെള്ളാപ്പള്ളിയുടെ മലബാർ പ്രസംഗമൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു? ഇതൊക്കെ ഇവർ പിണറായി വിജയൻ ആസൂത്രണം ചെയ്തു തന്നെയല്ലേ. അത് കഴിഞ്ഞിട്ട് വെള്ളാപ്പള്ളിയുടെ SNDPയുടെ അമരക്കാരനായി വന്നതിൻ്റെ 30ാം വാർഷികം ചേർത്തലയിൽ പോയി എന്തായിരുന്നു പ്രസംഗം? ഇതുപോലെ ഒരാളെ ഇതിൻ്റെ അമരക്കാരനായിട്ട് കണ്ടിട്ടില്ല. കുമാരനാശാൻ പോലും, കുമാരനാശാൻ എവിടെ നിൽക്കുന്നു? വെള്ളാപ്പള്ളി എവിടെ നിൽക്കുന്നു? കുമാരനാശാനെയും വെള്ളാപ്പള്ളിയെയും തമ്മിൽ താരതമ്യം ചെയ്ത പിണറായി വിജയൻ്റെ ബോധം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ. കുമാരനാശാന് ഈ അറിയപ്പെടുന്നത് SNDP യോഗം ജനറൽ സെക്രട്ടറി എന്നുള്ള ഒരു പേരിലൊന്നുമല്ല. അദ്ദേഹത്തിന് അതിൻ്റെ മേൽവിലാസമില്ല. കുമാരനാശാൻ്റെ കവിത മതി. കുമാരനാശാൻ ഇപ്പോഴും ഇവിടെ ജീവിക്കുകയല്ലേ. കുമാരനാശാൻ വീണപൂ രചിച്ചിട്ട് 100 വർഷത്തിന് മുകളിലായില്ലേ. ഇപ്പോഴും വീണപൂവും എല്ലാം അറിയപ്പെടുന്നില്ലേ. ഈ പിണറായി വിജയൻ എന്തായാലും ശ്രീനാരായണ ഗുരുവുമായി താരതമ്യം ചെയ്തത് വളരെ ഭാഗ്യമായി. അതെ. അപ്പോൾ എന്തായാലും ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഇവിടെ ഈ സംഭവം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒന്നുകൂടി ഇതിന് വലിയൊരു മാനം കൈവരികയാണ് ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളെന്നൊക്കെ പറയുന്നത് കേരളത്തിന് എടുത്തുയർത്താവുന്ന 2 പ്രധാന മഹത് വ്യക്തികളാണ്. അപാര ജീനിയസാണ് ഇവർ രണ്ടുപേരും. നമ്മൾ നോക്കുമ്പോൾ ഇവരെന്താണ് അല്പവേഷധാരിയും ഇങ്ങനെ നടക്കുകയാണ്. ചട്ടമ്പി സ്വാമി ഇതിനപ്പുറത്ത് നിൽക്കുന്ന ഒരാളാണ്. അതൊന്നും വേണ്ട രീതിയിൽ ഇവിടെ ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ ഇദ്ദേഹത്തെ തന്നെ, ശ്രീനാരായണ ഗുരുവിനെ തന്നെ ഇവിടെ പിൽക്കാലത്ത് ഒരുതരം വർഗീയവൽക്കരിക്കുന്ന ഏർപ്പാടല്ലേ ചെയ്തിട്ടുള്ളത്. ഈഴവ വിഭാഗത്തെ മോശമായി കാണുക, ശ്രീനാരായണ ഗുരുവിനെതിരായിട്ട് സംസാരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു പ്രവണത കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴാണ് കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ മഹത്വം പലരും മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിനൊന്നുകൂടി അത് വേറൊരു തരത്തിലേക്ക് മാറുകയാണ്. ഇനിയൊരു പക്ഷേ നരേന്ദ്രമോദി വിദേശങ്ങളിൽ പോകുമ്പോൾ പറയും, നേരത്തെ പലയിടത്തും പറയാറുണ്ട്, ബുദ്ധൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നതെന്ന്. അദ്ദേഹം പറയും, ഞാൻ എൻ്റെ ഭാരതീയനായ ശ്രീനാരായണ ഗുരുവിൻ്റെ സ്ഥലത്തു നിന്ന് തന്നെയാണ് ഞാനും വരുന്നത് എന്ന് അദ്ദേഹം പറയുമെന്നുള്ളതാണ്. അപ്പോൾ ശിവഗിരിയും ഇതിനോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുവായാലും ശ്രീ ശങ്കരാചാര്യരായാലും നരേന്ദ്രമോദി മറക്കാത്ത പേരുകളാണ്. ശങ്കര ജയന്തി മലയാളികൾ മറന്നുപോയി. ഇപ്പോൾ ആ ശങ്കര ജയന്തിയുടെ അന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന്. അപ്പോൾ അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇന്ന് ശങ്കര ജയന്തിയാണ്. മലയാളികൾക്ക് അറിഞ്ഞുകൂടാ ശങ്കരൻ എന്ന് പറഞ്ഞാൽ ഏത് ശങ്കരൻ എന്ന് ചോദിക്കും. നമ്മുടെ CPMകാർ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിനെ അവർ മറന്നിട്ടുണ്ട് ഇപ്പോഴത്തെ ഉള്ളത്. അപ്പോൾ അവർക്ക് മറ്റേ ശങ്കരനെ അറിയാമോ? കാലുകൊണ്ട് അടിവെച്ചവൻ, കാലടിക്കാരൻ, അങ്ങനെ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് അല്ലേ സർവജ്ഞപീഠം കയറിയ ശ്രീ ശങ്കരാചാര്യരുടെ ആ ശങ്കര ജയന്തി ദിനമാണ്. അത് പ്രധാനമന്ത്രിയാണ് നമ്മെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ ഇനിയിപ്പം ഗുരുദേവൻ്റെ മഹത്വം എന്താണെന്നും നരേന്ദ്രമോദി നമുക്ക് പറഞ്ഞു തരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.